ഞാൻ കിടന്നോണ്ട് എല്ലാവരും കഴിയില്ല ഇവരിപ്പോ എന്താ പറയുന്നത്? പോർഷൻ അല്ല ഫെൻസിങ് എന്തേലും അങ്ങനെ സംവിധാനമല്ലേ? അടിച്ചു നടക്കാൻ നേരം ഉറക്കം കാതിയാൻ ഉറങ്ങിയിട്ടില്ല. സാറന്മാരുണ്ടായിട്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ തന്നെ വേണ്ടത്. 4 ദിവസം മുന്നേ പൊട്ടിച്ചതാണ്. ആണല്ലേ? ഇതിപ്പോ ഇതൊക്കെ വേറെത്തിട്ടായിരുന്നു. പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ വട്ടമല ഗ്രാമം പാർക്കണ ആളുകളുണ്ട്. ഗ്രാമത്തിൽ ആ മോൾ ഭാഗത്ത് പാർക്കണ അവിടെ ഉള്ള ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ ആന ഇന്നലെ ഫുള്ള് അതിൽ 7 മണിക്ക് കയറി വന്ന ആന. ആ അമ്മച്ചി പറഞ്ഞിട്ടില്ല നിങ്ങൾ, രാത്രി ഫുള്ള് ആന അതിൻ്റെ ചുറ്റുപുറം നടന്നിട്ട് പേടിച്ച് പറിച്ച് കടങ്ങി ഒരു പോളെ കണ്ണടച്ചില്ല എന്ന് പറയും. രാവിലെ എത്ര ആന പോയത്. അതോടൊപ്പം തന്നെ അപ്പുറത്തെ വീടിൻ്റെ സൈഡൊക്കെ നടക്കിയിട്ട് അതിലൊക്കെ മുറ്റത്തൊക്കെ നടക്കി കൃഷിസ്ഥലങ്ങൾ, നമ്മുടെ രാജേട്ടൻ്റെ കൃഷിസ്ഥലം ഫുള്ള് നശിപ്പിച്ച് കുറച്ച് അങ്ങോട്ട് നീങ്ങി ഒരുപാട് ഭീതിജനകമായൊരവസ്ഥയാണ്. ഇതിന് ഒരു ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒരു നടപടിയൊന്നുമില്ല. എന്തായാലും വളരെയധികം പ്രയാസത്തിൽ തന്നെയാണ് ഈ ഒരു കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അയ്യൂബ് ഖാൻ്റെ റബ്ബർ തോട്ടത്തിലെ റബ്ബർ കൂടി പുതിയ പ്ലാന്റ് ചെയ്തതാണ്. ആ പ്ലാന്റ് ചെയ്തതിന് അതിൽ കയറി പോന്ന് റബ്ബറും തൈയൊക്കെ പുതിയ റബ്ബറും തൈയൊക്കെ വലിച്ചെറിഞ്ഞ് ആകെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് ആന മാസങ്ങളോളമായി ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത്. എന്തായാലും വളരെ പ്രതിസന്ധിയിലാണ് കർഷകരും അവിടെ താമസിക്കുന്ന ആളുകളും. എന്തായാലും ഇതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതും ഞാനും ഇസ്മായിലും അവിടെ കയറി ചെന്നപ്പോഴാണ് ഈ ഒരു വിഷയങ്ങൾ അറിഞ്ഞത്, എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് നടപടി ഉണ്ടാകട്ടെ. ഇതിന് ഫെൻസിങ്ങോ കാര്യങ്ങളൊക്കെ വെക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിന് DFOക്ക് പരാതിയുമായിട്ട് ഇവർ രാജേട്ടനും ഇവരൊക്കെ ഇവിടെ പോകാൻ എന്നാണ് പറഞ്ഞുള്ളത്. എന്തായാലും അവരിതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. നിരന്തരം എന്നോട് ഇങ്ങനെ പരാതി അറിയും. കാരണം ആന വന്നു, കടുവ വന്നു എന്നുള്ള ശല്യം നിരന്തരം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോയി ആന വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായി പിന്നെ കുട്ടികളൊന്നും ഇല്ലാതെ ഭർത്താവൊന്നും ഇല്ലാത്തൊരു പ്രായമുള്ള സ്ത്രീ ഉണ്ട് ഇവിടെ പുറത്തെ വീട്ടിൽ. അപ്പോൾ അവരെ പിന്നെ പൈപ്പ് പൊട്ടിച്ചു, അവിടെ കാകെ മുറിച്ച് ഇതാക്കി അവിടെ തെങ്ങും ഇതൊക്കെ പുഴക്കാനൊക്കെ നോക്കി കഴിഞ്ഞൊക്കെ തിന്നത് പോയതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ വന്നിട്ടാണ് ഇപ്പോൾ അവരെ വീടിൻ്റെ ഇറയൊക്കെ പൊളിച്ചു. ഇയാളെ വീടിൻ്റെ ഇറയൊക്കെ പൊളിച്ച് ആകെ ശല്യം വരെ പിടിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് അവരും ഭാര്യ അവനും കൂടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഈ ആന പറഞ്ഞപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാനകളൊക്കെ വന്നാൽ ഇപ്പോൾ ഒരു 100 മീറ്റർ അകലെ വന്നിട്ട് അവർ തിന്നാണ് പോക്കാണ്. ഇതാണല്ല, ആന വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കാൻ വരാൻ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ആൾനാശം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ആനനെ കൊങ്കിയാനെ വെച്ച് ഇവിടുന്ന് തുരത്താഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് തുരത്തിയില്ലെങ്കിൽ ഇവിടെ ആൾനാശം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ ഇവരൊക്കെ ഒക്കെ വറച്ച് സന്ധ്യയായി കഴിഞ്ഞാൽ വറച്ചും കൊണ്ട് അവർ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് പേടിച്ചിട്ട്, കാരണം ചെറിയ വീടുകളല്ലേ, വലിയ വീടാണ് തിരക്കില്ല. അപ്പോൾ അത് ആനക്കൊന്ന് തട്ടിയാൽ തെറിക്കാവുന്ന വീടുകളുള്ളൂ. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതിന് എന്ന് വെച്ചാൽ ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു നമ്മളെ ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കമ്പിയോ എർത്ത് കമ്പിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് തരാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ ഇപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു 7 ആ സമയത്ത് നിങ്ങളോട് പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, എനിക്ക് കാണുന്ന ആൾക്കാർക്ക് അറിയുന്നില്ല, നമ്മൾ ഈ മുരിങ്ങ ഇങ്ങനെ അടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് കരിഞ്ഞു പോയി. കാരണം ഞങ്ങൾക്ക് ആ സമയം കിട്ടില്ല വേവിച്ച് മുരിങ്ങാക്കറി. അപ്പൊ അതിന് സമയം കിട്ടിയിട്ടില്ല. അപ്പൊക്കെ വന്ന് കയറിയപ്പോ എന്താട്ടി ഞങ്ങൾ ഒന്നും എടുക്കാതെ ഞാനും എൻ്റെ പെണ്ണുങ്ങൾ ശരിക്കും കെട്ടിപ്പിടിച്ചിരിക്കുക. ഒന്ന് എങ്ങോട്ട് പോകണ്ടേ ഒരു ഇതില്ല. എന്നാൽ വിറച്ച് പേടിച്ച് ആ കജിങ്കാലൊക്കെ നമ്മൾ ഇതാവുകയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനൊന്നും താഴ്ഭാഗത്തേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് അപ്പുറത്ത് കഴിച്ചിലായിട്ട് അവിടുന്ന് പടക്കം എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു പറയും പടക്കം കൊണ്ടുവരാണ് എല്ലാ സാധനം കൊടുത്തരും. പടക്കം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, പടക്കം എത്ര പടക്കം കൊടുത്താൽ നമ്മൾ എറിഞ്ഞു കൊടുത്താലും എന്താട്ടണേ, അതിപ്പോൾ പടക്കം ഇട്ട് കൊടുത്താലും ഒലുക ഒരു രസമാണ്. അപ്പോൾ ഒട്ടും അപ്പോൾ ഒലുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസമാണ്. പടക്കം പൊട്ടിക്കാട്ടും ഒരു രസമാണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ഈ ഇത് വെച്ച് തരണം, നമ്മളെ വെച്ച് തരണം. ഒരു പേരും ഓല് വന്ന് കാണും, ഓല് പറയും. ഇപ്പോൾ മറ്റേ പഞ്ചായത്ത് പറയണം, അവിടെ പറയണം, പിന്നെ ഇപ്പം DFOനോട് പറയണം എന്നൊക്കെയാണ് ഓല് പറയണത്.
അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്ന് പേരാണ്. ഞാൻ നാളെ മറ്റന്നാളെ വന്നിട്ട് ആ സാധനം കിട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. കരുവണ്ട് പഞ്ചായത്തിലെ 16-ാം വാർഡ് ചുള്ളിയോടുള്ള വട്ടമല പറയമ്പാട് മേഖലയിലുള്ള ആൾക്കാരുടെ ദുരിതങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇന്ന് രാവിലെ ഉണ്ട് എന്നെ വിളിക്കുന്നത്, പിന്നെ ആന വീട്ടിൽ വന്നിട്ട് നേരം വിളിക്കോളം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ വെച്ചപ്പോൾ ഇതുവരെ അങ്ങനെ വീട് കൂടി വന്നിട്ട് ശല്യപ്പെടുത്തുന്നില്ല. ഇപ്പം ഇന്നലെ ഇവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ട്, അവരെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് നേരം വിളിക്കോളം ആന അങ്ങോട്ട് കവുങ്ങ് പൊട്ടിച്ചിട്ട് അവരെ വീടിൻ്റെ ഏറെ വിളിച്ചിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. നേരം വിളിക്കോളം അവർ ഉറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് രാവിലെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു. അപ്പോൾ നമുക്കിതിന് പറയാനുള്ളത്, ഇതിന് ശാശ്വത പരിഹാരം നിന്നിടത്തോളം ഇതിൽ പിന്നെ കുങ്കിയാൻ വെച്ചിങ്ങാണ്ട് ഫോറസ്റ്റ് ഡ്രൈവ് ചെയ്തിങ്ങാണ്ട് ഇത് ഇവിടുന്ന് ആനകളെ നിലവിലുള്ള ആനകളെ മൊത്തം തുരത്തിങ്ങാണ്ട് ഇതിന് ഇവിടെയുള്ള ജനങ്ങൾക്ക് താമസിക്കാൻ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നുള്ളതാണ് ഇതിനൊക്കെ ഞങ്ങൾക്ക് നാട്ടുകാരെ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്. ഇല്ലെങ്കിൽ നാളെ ഇവിടെ വലിയൊരു ഭവിഷ്യത്ത് വരും, അത് നമുക്ക് പിന്നെ താങ്ങാൻ കഴിയാത്തതിൻ്റെ അപ്പുറമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരുപാട് പിന്നെ റബ്ബറും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ആരും വെട്ടിയില്ല. കാരണം ആനശല്യം കടുവയും എല്ലാം ഉണ്ടാവുന്നുണ്ട്. കടുവൻ്റെ കാൽപ്പാടുകളൊക്കെ ഇവിടെ ദിവസം കാണുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത് പേടി കൊണ്ട് ഇവിടെ ആരും പ്ലാസ്റ്റിക് കൊണ്ടിട്ടില്ല. ഇപ്രാവശ്യം ഒരു റബ്ബറും ആരും വെട്ടാൻ പോലും ആരും ഇങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഭയാശങ്കമായി ജീവിക്കുന്ന ഇവർക്കൊരു ശാശ്വതമായൊരു പരിഹാരം കാണണം. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കുങ്കിയാന വെച്ചിങ്ങാണ്ട് ഡ്രൈവ് നടത്തിങ്ങാണ്ട് നിലവിലുള്ള എല്ലാ ആനകളെയും ഇവിടുന്ന് തുരത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.